അഗ്നിപഥ് പദ്ധതിയെ ചൊല്ലി ഇന്നും വ്യാപക പ്രതിഷേധം. ബീഹാറിലും യുപിയിലും തെലങ്കാനയിലും പ്രതിഷേധക്കാർ ട്രെയിനുകൾ കത്തിച്ചു. തെലങ്കാനയിൽ പ്രതിഷേധം അക്രമാസക്തമായി. സെക്കന്ദരാബാദിൽ പോലീസ് വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അഗ്നിപഥുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് सिंह ആവർത്തിച്ചു. केंद्र सरकार द्वारा घोषित की गई अग्निपथ योजना भारत के नौजवानों को देश की रक्षा व्यवस्था से जुड़ने और देश की सेवा करने का एक सुनहरा अवसर देता है। अग्निवीर हूं, यह उनकी ताजिंदगी के लिए पहचान बन जाती है। पिछले 2 साल से सेना में भर्ती की प्रक्रिया न होने के कारण बहुत से नौजवानों को सेना में भर्ती होने का अवसर नहीं मिला। यह सच्चाई है। इसलिए युवाओं के भविष्य को ध्यान में रखते हुए और उनके प्रति संवेदनशीलता दिखाते हुए प्रधानमंत्री जी के अनुमोदन पर सरकार ने फैसला किया है कि अग्निवीरों की भर्ती की आयु सीमा को इस बार बढ़ाकर 21 से 23 वर्ष कर दिया जाए। यह वन टाइम रिलैक्सेशन दिया गया है। इससे बहुत सारे नौजवानों को अग्निवीर बनने की पात्रता स्वतः मिल जाएगी। और मैं यह भी कहना चाहता हूं कि भर्ती प्रक्रिया कुछ ही दिनों में प्रारंभ होने जा रही है। मैं सभी नौजवानों से अपील करता हूं कि सेना में भर्ती होने की वह तैयारी करें और इसका पूरा लाभ उठाएं। യുവാക്കളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വിദേശകാര്യ വക്താവ് വി മുരളീധരൻ പറഞ്ഞു. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. യുവാക്കളുടെ ന്യായമായിട്ടുള്ള ആശങ്കകൾ, ആ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ യുവാക്കളുടെ കൂട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധർ കടന്നുകൂടി അക്രമം അഴിച്ചുവിടുന്നത് സംഭവിക്കാതിരിക്കാൻ യുവാക്കൾ മുൻകൈയെടുക്കണം എന്നുള്ളതാണ്, അവർ ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. പദ്ധതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. കെ പി അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഇപ്പോൾ തെലങ്കാനയിലും വലിയ പ്രക്ഷോഭം രാജ്യമെമ്പാടും നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. യുവാക്കൾ തെരുവിലാണ്, വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ല. ചില ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന്. ഇങ്ങനെ ഇത്ര പ്രതിഷേധം കനത്താൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ സർക്കാർ മറ്റെന്തു വഴിയാണ് ആലോചിക്കുന്നത്? കൂടുതൽ ഇളവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ആലോചിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അഗ്നിപഥ് പദ്ധതിക്കെതിരെ തുടർച്ചയായ 3-ാം ദിവസമാണ് രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിക്കുന്നത്. പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആണ് പദ്ധതിക്കെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. തൊഴിൽ അവസരം നഷ്ടമാകുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാല സൈനിക സേവനത്തിന് ശേഷം ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട പരാതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് ഏറ്റവും അധികം പ്രവേശനം ലഭിക്കുന്ന ഒന്ന് ഈ സൈനിക സേവനവും മറ്റൊന്ന് റെയിൽവേ ബോർഡിലേക്കുള്ള നിയമനവും. ഈ 2 നിയമനങ്ങളും കഴിഞ്ഞ 2 വർഷമായി ഏതാണ്ട് മരവിച്ച സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ പരാതികളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും എല്ലാം അനാവശ്യ പ്രചരണമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ള ഒരു പൊതുവിലയിരുത്തലിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു. ചില വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ചില യുവജന സംഘടനകൾ ഇത്തരത്തിൽ തെറ്റായ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടയിലായിരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് കേന്ദ്ര
പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒന്ന് എന്നത് കഴിഞ്ഞ 2 വർഷമായി സേനാ വിഭാഗങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം അഗ്നിപഥിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അഗ്നിപഥിൽ സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിക്കുക. എന്നാൽ ഈ 2 വർഷം റിക്രൂട്ട്മെന്റ് നടക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രായപരിധിയിൽ വരുന്ന ആളുകൾക്ക് 2 വർഷത്തെ അവസരം നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അവസരം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ 23 വയസ്സ് എന്ന നിലയിലേക്ക് പ്രായപരിധി ഉയർത്തിയിട്ടുള്ളത് എന്നാണ് നേരത്തെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ പക്ഷേ പ്രതിഷേധം അടങ്ങും എന്ന് നമുക്ക് കണക്കാക്കാനാവില്ല. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ പ്രതിഷേധം ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ. പ്രതിഷേധം പലപ്പോഴും അക്രമാസക്തമാകുന്നു. ട്രെയിനുകൾ കത്തിക്കുന്നു, മറ്റ് സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു, ജനങ്ങൾ തെരുവിലാണ്. ഈ പറഞ്ഞതുപോലെ പോലീസിനെ ആക്രമിക്കാൻ പലരും ശ്രമിക്കുന്നു. അത്തരത്തിൽ സംഘടിതമായ ഒരു വിഷയമായി കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നുണ്ടോ? ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നതിനപ്പുറം അത് അതിരുവിട്ടു പോകുന്നതിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് അഭിലാഷ്? തീർച്ചയായും കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതീവ ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത്. അതായത് ഒരു കലാപ സ്വഭാവത്തിലേക്ക് അടക്കം ഈ പ്രതിഷേധത്തെ മാറ്റുന്നതിന് ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു പൊതുവിലയിരുത്തൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു രാജ്യവിരുദ്ധ നിലപാടിലേക്ക് അടക്കം ഈ ഉദ്യോഗാർത്ഥികളും പ്രതിഷേധക്കാരുമെല്ലാം പോകുന്നതിന് പിന്നിൽ ഒരു അജണ്ട തന്നെയുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടില്ല. കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഇല്ല. കാരണം പ്രതിവർഷം 50,000-ഓളം ആളുകളെ ആണ് അഗ്നിപഥ് പദ്ധതിയിലൂടെ നിയമിക്കുന്നത്. മാത്രവുമല്ല ഇത് ഓഫീസർ പദവിക്ക് താഴെയുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ ആളുകളെ നിയമിക്കുന്നത്. മറ്റ് പദവികളിലേക്ക് എല്ലാം തന്നെ സ്ഥിര നിയമനം എന്ന സാധാരണ പ്രൊസീജിയർ തുടരുകയും ചെയ്യും. ജവാൻ പോലെയുള്ള പദവികളിലേക്ക് ആണ് ഇത്തരത്തിൽ ഈ പുതിയ സംവിധാനത്തിലൂടെ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക. അതിനുശേഷം അതിൽ തന്നെ 25% ജീവനക്കാർക്ക് സ്ഥിര നിയമനവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും 50,000-ൽ 25% എന്ന നിലയിൽ സ്ഥിരം പോസ്റ്റ് ലഭിക്കുമ്പോൾ സൈന്യത്തിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ അവസരം ലഭിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ പരിശോധിച്ചാൽ അതിൽ വലിയൊരു ശതമാനം ഇപ്പോൾ യൂത്താണ്. അവർക്ക് തൊഴിൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലെ 135 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് വലിയ ഒരു തൊഴിൽ നൽകുക എന്നതിനപ്പുറത്തേക്ക് ഇടക്കാലത്തേക്കെങ്കിലും ഒരു തൊഴിൽ നൽകുവാനാണ്. പക്ഷെ ആ രീതിയാണല്ലോ അഭിലാഷ് ഈ സമരത്തെ അനുകൂലിക്കുന്നവർ വിമർശിക്കുന്നത്. 4 വർഷം കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്. ഈ 4 വർഷം കഴിഞ്ഞുള്ള ഈ പറഞ്ഞ പോലെ നഷ്ടപരിഹാരമടക്കം അതുമായി ബന്ധപ്പെട്ട പണമടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് തൃപ്തരല്ല. ഈ രീതി അതൊരു സായുധ സേനയിലും കരാർ നിയമനം എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിഷയം യുവാക്കളുടെ തൊഴിലില്ലായ്മയെ അതേ തരത്തിൽ പരിഹരിക്കും. അതിനുശേഷം ഈ 4 വർഷത്തെ സേവനത്തിന് ശേഷം അവർക്ക് പെൻഷനില്ല, മറ്റ് കാര്യമായ ആനുകൂല്യങ്ങളില്ല. അത്തരം സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ ആ യുവാക്കൾ അതിനുശേഷം എന്ത് ചെയ്യുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനെ സർക്കാർ ഏത് രീതിയിൽ പറഞ്ഞ് അതിനെ സാധൂകരിക്കാൻ സാധിക്കുമെന്നുള്ളതും പ്രസക്തമല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അതായത് ഈ അഗ്നിപഥ് തുടരുക. ശ്രീ ബിനോയ് വിശ്വം MP ഇപ്പോൾ ടെലിഫോണിലായിരുന്നു. ശ്രീ ബിനോയ് വിശ്വം, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് പോലും പ്രക്ഷോഭം വ്യാപിപ്പിച്ച പശ്ചാത്തലമുണ്ട്. ഈ സൈനിക റിക്രൂട്ട്മെന്റ് രീതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില ന്യായീകരണമുണ്ട് ഈ പുതിയ അഗ്നിപഥ് രീതിക്ക്. അതിനെ യോജിക്കാവുന്ന സംവിധാനമാണോ? ഈ യുവാക്കൾ തെരുവിലിറങ്ങി അക്രമാസക്തരാകുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? സർക്കാർ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത് വളരെ സ്വാഭാവികമാണ്. ഈ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ തൊഴിലിനെ വിറ്റിട്ട് കാശാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റാണ്. പട്ടിണിക്കൂലി കൊടുത്തുകൊണ്ട് ഒരു കുറച്ചു പേരെ എടുക്കുന്ന സൈന്യത്തിലേക്ക്, ഇന്നത്തെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് പറഞ്ഞയക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രലോഭനത്തിന്റെ കഴുതയ്ക്ക് പുല്ല് കാണിച്ച് നടത്തും പോലെയുള്ള ഏർപ്പാടാണത്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മക്കുള്ള പരിഹാരം ഈ വിദ്യകളൊന്നുമല്ല, ചെപ്പടി വിദ്യകളൊന്നുമല്ല, തൊഴിലവസരം ഉണ്ടാക്കലാണ്. അത് ഏറ്റവും കുറുക്ക് വഴി കൂടെ സൈന്യത്തിൽ എന്തോ ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ട് ഇത്രയും ഭീകരമായ ഒരു വിഷയമായ തൊഴിലില്ലായ്മയെ നേരിടാമെന്നും പരിഹരിക്കാമെന്നും ഗവൺമെന്റ് വ്യാമോഹിക്കുന്നുവെങ്കിൽ ആ വ്യാമോഹത്തിന് വിളിക്കേണ്ട പേര് എനിക്കറിയില്ല. പക്ഷെ അത് കടുത്ത വഞ്ചനയാണെന്ന് പറയാതെ എനിക്ക് പറ്റില്ല.
അതതിന്റെ ആ വശം. രണ്ടാമത്തെ വശം അവരുടെ ശമ്പളം എത്രയാണ്, അവരുടെ സേവനത്തിന്റെ വ്യവസ്ഥ എന്തൊക്കെയാണ്, അതിനകത്തെല്ലാം മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു വഞ്ചനയുണ്ട്. പിന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി, അതിന്റെ പ്രൊഫഷണൽ സ്കിൽ, അതിനെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു വിനാശകരമായ തീരുമാനമാണ് ഈ തീരുമാനം. ഇന്ത്യയിലെ സേനയെ പറ്റി ലോകത്തിന് മതിപ്പുണ്ട്. അത് നല്ലൊരു മികവ് കാണിച്ചിട്ടുള്ള സേനയാണ്. ആ സേനയിലേക്ക് ഈ യൂണിഫോമും കൊടുത്ത് പേരിന് ഒരു പരിശീലനവും കൊടുത്ത് കുറെ പേരെ പറഞ്ഞയച്ചാൽ ഇൻ ദ ലോങ് റൺ അത് ഇന്ത്യൻ സേനയെ പറ്റിയുള്ള ലോകത്തിന്റെ മതിപ്പിനെ ബാധിക്കും, ഇന്ത്യയുടെ സൈനിക സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയെ ബാധിക്കും, പ്രകടനശേഷിയെ ബാധിക്കും. അതെല്ലാം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രത്യയശാസ്ത്രമാനമുണ്ട്. ഈ ഗവൺമെന്റിനെ BJP ഗവൺമെന്റിനെ നയിക്കുന്നത് ഒരു ഐഡിയോളജി തന്നെയാണ്. ഒരു മിലിറ്ററൈസേഷന്റെ സൈനികവൽക്കരണത്തിന്റെ ആശയങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഐഡിയോളജിയാണ് BJPയുടെ ഗവൺമെന്റ്. RSSന്റെ വഴികാട്ടികളായിട്ടുള്ള മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും പാർട്ടി പറ്റിക്കൊണ്ട് സമൂഹത്തെ മിലിറ്ററൈസ് ചെയ്യാനുള്ള, സൈനികവൽക്കരിക്കാനുള്ള നീക്കത്തിന് എന്നും ആരാധനയോടെ കാണുന്ന ഒരു ഗവൺമെന്റ് ഇന്നിപ്പോൾ ഇന്ത്യയിലേക്ക് ആ സൈനികവൽക്കരണത്തിന്റെ ആശയങ്ങളെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ. അങ്ങനെ നോക്കിയാൽ ആശയപരമായി, സാമൂഹികമായി, പ്രൊഫഷണലായി, രാഷ്ട്രീയമായി എല്ലാം തെറ്റായ തീരുമാനമാണിത്. ഈ തീരുമാനത്തിന്റെ ആപത്തുകളെ പറ്റി സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയത് നമുക്ക് അവരെ പറ്റി അഭിമാനബോധമുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തിന്റെ കൺകെട്ട് വിദ്യകളെ തിരിച്ചറിയുകയാണ് അവർ. ഈ രാഷ്ട്രീയത്തിന്റെ പുറകിലെ വഞ്ചനയെ തുറന്നു കാണിക്കുകയാണ് അവർ. നാടിന് വേണ്ടിയുള്ള സമരത്തിൽ അവർ പറയുകയാണ് ഇത്തരത്തിലുള്ള മതികെട്ട വഴികൾ കൂടി ചെറുപ്പക്കാരെയും നാടിനെയും കബളിപ്പിക്കുന്ന BJPക്ക് മുമ്പിൽ തങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് അവർ. ശരി, നന്ദി ശ്രീ ബിനോയ് വിശ്വം MP താങ്കളുടെ പ്രതികരണത്തിന്. കമാൻഡർ ഗോകുൽ ചന്ദ്രൻ അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഗോകുൽ ചന്ദ്രൻ, ഈ അഗ്നിപഥ് എന്ന പുതിയ റിക്രൂട്ട്മെന്റ് രീതി, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില ന്യായീകരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ സൈന്യത്തിൻ്റെ ചെലവ് പ്രധാനമായും കുറയ്ക്കുക. ഏതാണ്ട് 2/3 പണം നമ്മുടെ സൈനിക ബജറ്റിൻ്റെ അത് ചിലവഴിക്കുന്നത് പെൻഷനും ശമ്പളത്തിനും മറ്റുമായാണ്. അത് ആ രീതിയിൽ കുറയ്ക്കുക, ആ പണം കുറച്ചുകൂടി സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. 4 വർഷം കൊണ്ട് എങ്ങനെ ഒരു നല്ല സൈനികരാകും, ഈ 4 വർഷം കഴിഞ്ഞിറങ്ങിയാൽ ഏത് മേഖലയിൽ ഈ സേവനം ഉപയോഗിക്കപ്പെടും എന്നുള്ള ആശങ്കയും പങ്കുവെക്കുന്നവരുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് രീതിയെ, സർക്കാർ ഉദ്ദേശിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് രീതിയെ കാണുന്നത്? നമസ്കാരം. ആദ്യം നിങ്ങൾ പറഞ്ഞ സർക്കാരിന്റെ വിശദീകരണം ഉണ്ടല്ലോ, അത് വെറും ഒരു പൊള്ളയായ ഒരു വിശദീകരണമാണ്. നിങ്ങൾക്ക് കാശ് കുറയ്ക്കണം, സർക്കാരിന് ചെലവ് ചുരുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിഫൻസ് മേഖലയിലല്ല അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിന് പുതിയ പാർലമെന്റ് മന്ദിരവും പ്രധാനമന്ത്രിയുടെ വസതിയും പ്രസിഡന്റിന്റെ വസതിയും ഒക്കെ പല 1000 കോടി രൂപ ചെലവഴിച്ച് പുതുപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിലവിലുള്ള ഈ സംഘടന തന്നെ ഡിഫൻസ് ഫോഴ്സസിനും കുറച്ച് കാശ് മുടക്കി അത് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ഈ യോജനകളും ഇങ്ങനത്തെ തട്ടിപ്പ് പരിപാടികളും പരീക്ഷിക്കേണ്ട ഒരു സ്ഥലമല്ല ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം എന്നുള്ളത് സർക്കാരും BJP നേതാക്കളും വളരെ നന്നായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ 75 വർഷമായിട്ട് പല പ്രധാനമന്ത്രിമാരും പല സർക്കാരുകളും അവർ കെട്ടിപ്പൊക്കിയ ഒരു ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇവയെ ഒരൊറ്റ ക്യാബിനറ്റ് കമ്മിറ്റി മീറ്റിംഗ് കൊണ്ട് തകർത്ത് കളയുന്നത് ഇന്ത്യയുടെ ഭാവിക്ക് വളരെ ദോഷം വരുത്തുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും പ്രതിപക്ഷ നേതാക്കളുമായോ അല്ലെങ്കിൽ ഇതിന്റെ ഡിഫൻസ് എക്സ്പേർട്സ് ആയോ ടെക്നോക്രാറ്റ്സ് ആയോ ആരോടും ഒന്നും ആലോചിക്കാതെ ഒട്ടും നമ്മുടെ മോദി സർക്കാരിന്റെ മന്ത്രിമാരുടെ ഒരു IQ ലെവൽ നമുക്കറിയാം. ആ IQ ലെവലിലുള്ള 4 മന്ത്രിമാർ ചേർന്നിരുന്നിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്? ഇത് എത്രത്തോളം ഒരു നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ കുറെ കാലം ഇന്ത്യൻ നേവിയിൽ സേവനം അനുഷ്ഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, ഉറപ്പോടുകൂടി പറയാണ്, ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ തന്നെ ചില വർഷങ്ങൾ എടുക്കും. അത്രയും ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഒരു മുഴുവനായിട്ട് യൂണിഫോം ധരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും ഒരു മൻരേഗയിൽ വർഷം 200 ദിവസം ജോലി കൊടുക്കണം, മൻരേഗയിൽ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം, പണിയില്ലെങ്കിലും അവർ ഇരുത്തി അവർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെയല്ല ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ കയറി പറ്റുന്നത്.
ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ ഇന്ത്യൻ യൂണിഫോം, ഒരു സോൾജർ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു കഴിവും ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും ഇടേണ്ട ഒരു വസ്ത്രമല്ല ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ യൂണിഫോം. ഈ രീതി തുടരുകയാണെങ്കിൽ ഇപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ഈ 4 വർഷം 50,000-ഓളം പേർക്ക് തൊഴിൽ നൽകും, കൂടുതൽ യുവാക്കളെ ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കും. അത് രാജ്യത്തെ തൊഴിലില്ലായ്മയെ വലിയ തോതിൽ അത്തരത്തിൽ പരിഹരിക്കാനുള്ള ശ്രമമാകും എന്നുള്ള ന്യായീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. വെറും 4 വർഷത്തേക്കോ, ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരന് 4 വർഷത്തേക്ക് ജോലി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ 10ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിയെ പിടിച്ച് നീ 4 വർഷം ജോലി ചെയ്തോ, നിങ്ങൾക്ക് 4 വർഷം തരാം, എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഇനി നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറയുമ്പോൾ അവനൊരു ക്രിമിനലായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവൻ എല്ലാ പരിശീലനം 4 വർഷം കൊണ്ട് അവൻ എല്ലാ ആയുധ പരിശീലനങ്ങളും കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഈ RSSന്റെ ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ടല്ലോ, രഘുരാം സേന, ശിവരാം സേന എന്ന് പറഞ്ഞിട്ട് ഈ സേനകളൊക്കെ അവരെ കയ്യിലെടുത്ത്, അല്ലെങ്കിൽ ഞാൻ RSS എന്ന് മാത്രം പറയുന്നില്ല, മതരീതിയിലുള്ള എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവരിവരെ കയ്യിലെടുത്ത് ആ ആയുധ പരിശീലനവും ഇന്ത്യൻ ആർമിയിൽ അവർ അറിഞ്ഞ കാര്യങ്ങളും ഉപയോഗിച്ച് ഇവരെ ഒരു തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ 4 വർഷം ഇന്ത്യൻ ആർമിയിൽ പണി ചെയ്തത് കൊണ്ട് ആരും അവർക്ക് ഒരു ജോലിയും നൽകാൻ പോകുന്നില്ല. 15-20 വർഷം സേവനം അനുഷ്ഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് പലരും ബാങ്കിലെ സെക്യൂരിറ്റി ഗാർഡായിട്ടും അല്ലെങ്കിൽ ഒരു ATMലെ സെക്യൂരിറ്റി ഗാർഡായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അവർക്ക് പോലും ഈ സർക്കാരിന് ശരിക്കും ഇന്ത്യൻ സേനയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പെൻഷനായി 15-20 വർഷം പെൻഷനായിട്ട് പുറത്തു വരുന്ന സൈനികർക്ക് അവർക്ക് എന്തെങ്കിലും നല്ല ജോലി കൊടുക്കുവാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ടോ? ഇല്ല. പലരും സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. 20 വർഷം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത പലരും സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ഇപ്പൊ തൽക്കാലമായിട്ട് അവർ ജോലി ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ 4 വർഷം മാത്രം കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് ഇവരെന്ത് ജോലിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി കൃത്യമായി കാര്യങ്ങൾ ചെയ്യിക്കാതെ അങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് സർക്കാർ വന്നത് എന്നാണ്. പക്ഷേ 1983 മുതൽ ഈ സൈന്യത്തിന്റെ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിലൊക്കെ ചില ആലോചനകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. നേരത്തെ നടപ്പിലാക്കാൻ തീരുമാനിച്ച പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള വിശദീകരണവുമുണ്ട്. ഒപ്പം ഈ യുവാക്കൾ ഈ രീതിയിൽ തെരുവിലിറങ്ങി അക്രമാസക്തരാവുകയും തീവണ്ടികൾ കത്തിക്കുകയും അവർ ഈ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? തെറ്റ് തന്നെ, പൊതുമുതൽ നശിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ വികാരം കൂടി മനസ്സിലാക്കണം. പല സംസ്ഥാനങ്ങൾ, UP, ബീഹാർ, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു യുവാവിനെ വിളിച്ച് അവരുടെ ഭാവി സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് സൈന്യത്തിൽ ചേരണം, നാടിനെ സേവിക്കണം, അതൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഞാൻ അത്ര കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യ പ്രത്യേകിച്ച് ഈ രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് പോലെ, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ അവർ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് സൈന്യത്തിൽ ചേരണം. തുടരുക. BJP വക്താവ് കൂടിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ടെലിഫോണിലുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഇപ്പോൾ ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ തെരുവുകൾ കത്തുകയാണ്, യുവാക്കൾ തെരുവിലാണ്, പൊതുമുതൽ നശിപ്പിക്കുന്നു, അവർ ട്രെയിനുകൾക്ക് തീയിടുന്നു. സർക്കാരിന് യൂട്ടേൺ എടുക്കേണ്ടി വരുമോ ഈ പദ്ധതിയിൽ നിന്ന്? അല്ല, അതില് സർക്കാർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് വിഷയത്തിലെടുക്കുന്നത്. 17 വയസ്സ് മുതൽ 22 വയസ്സിന് ഇടയിലുള്ള യുവാക്കൾക്ക് 4 വർഷം സൈനിക സേവനം നടത്താനുള്ള അവസരവും അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു നല്ല ഒരു സാമ്പത്തിക പാക്കേജും നൽകിക്കൊണ്ടാണ് ഇപ്പൊ ഒരു അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ അനാഥരാകാൻ പോകുന്നില്ല. അതിന്റെ തുടർഘട്ടം എന്നുള്ള നിലയിൽ അവര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് മറ്റു പല ജോലികളിൽ സംവരണങ്ങള് അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, നിലവിലുള്ള സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ബാക്കി കാര്യങ്ങൾ നിർത്തുന്നില്ലല്ലോ. നിലവിലുള്ള സംവിധാനം തുടർന്നുകൊണ്ട് തന്നെയാണ് പുതിയൊരു സംവിധാനം എന്ന രീതിയിൽ രാജ്യത്ത് ചെറുപ്പക്കാരായിട്ടുള്ള 22 വയസ്സിൽ താഴെ 17 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് സൈന്യത്തിൽ ചേരാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് പ്രതിഷേധത്തിന്റെ സ്വരം കാണുന്ന സമയത്ത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല.
ആസൂത്രിതമായി യുവാക്കളെ രംഗത്തിറക്കുന്നതിന്റെ പുറകിൽ അല്ല, ഈ 4 വർഷം കഴിഞ്ഞ് ഈ 4 വർഷത്തെ ഈ 18 മുതൽ 22 വയസ്സാകും ഒരു പക്ഷേ. 18 വയസ്സിൽ ഒരാൾ ചേർന്ന് 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പണിയില്ല. അയാൾക്ക് പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ സംവരണം എന്ന് ഏതെങ്കിലും മേഖലയിൽ സംവരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും വ്യക്തതയില്ല. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത കൊണ്ടുവന്നാൽ മാത്രമല്ലേ യുവാക്കളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കൂ. ഞാൻ പറയാം. ഇത് ആരെയും നിർബന്ധിച്ച് സൈന്യത്തിൽ എടുപ്പിക്കുന്ന ചൈനീസ് പദ്ധതിയല്ല. താല്പര്യമുള്ളവർ ചേർന്നാൽ മതി. 17 വയസ്സ് 22 വയസ്സിനിടയിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സൈന്യത്തിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ചേർന്നാൽ മതി. ആരെയും നിർബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സൈന്യത്തിൽ എടുപ്പിക്കുന്ന രീതിയിലോ. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാനും അപേക്ഷിക്കുന്നവർക്ക് മറ്റു എല്ലാ ചുറ്റുപാടുകളും അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളിൽ അവരെ എടുക്കുന്ന രീതിയാണല്ലോ. ആരെയും നിർബന്ധിച്ച് സൈന്യത്തിൽ എടുക്കുന്ന ഒരു ചൈനീസ് പദ്ധതി അല്ലല്ലോ ഇത്. യുവാക്കളായിട്ട് ആൾക്കാർക്ക് സൈന്യത്തിൽ ചേരാനുള്ള താല്പര്യം 22 വയസ്സാകുമ്പോൾ തിരിച്ചു വരും. 22 വയസ്സാകുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് മറ്റ് കാര്യങ്ങളിലേക്കും മറ്റ് പദ്ധതികളും അല്ലെങ്കിൽ സംവരണമായി ചെറിയ രീതിയിലുള്ള സംവരണ പരിപാടികൾ വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം സൈന്യത്തിൽ 4 വർഷത്തെ അവൻ അനുഷ്ഠിക്കല്ലോ. അവരുടെ ഭാവി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നഷ്ടപ്പെടുന്നില്ല. താല്പര്യമുള്ളവർ ചേർന്നാൽ മതി. ഇപ്പൊ 17 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരെ ഇതിൽ ചേരാൻ പറയുന്നില്ലോ. ഡിഗ്രിക്ക് പോകേണ്ടവർ ഡിഗ്രിക്ക് പോയിക്കോട്ടെ, എഞ്ചിനീയറിംഗിന് പോകേണ്ടവർക്ക് എഞ്ചിനീയറിംഗ് പോകട്ടെ, മെഡിസിന് പോകേണ്ടവർ മെഡിസിന് പോയിക്കോട്ടെ. സൈന്യത്തിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ സൈന്യത്തിൽ ചേരട്ടെ. പറഞ്ഞ പോലെ ഡിഗ്രിക്കും മെഡിസിനും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഒക്കെ 4 വർഷം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി എവിടെയെങ്കിലും ഒക്കെ ഒരു ജോലി സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ഈ 4 വർഷം സൈനിക സേവനം അനുഷ്ഠിച്ചാൽ അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് സാങ്കേതികമായ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു മേഖല, പരിശീലനം കിട്ടുന്ന ഒരു മേഖല, അവിടെ നിന്ന് അവർക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോകാം. അവരുടെ സേവനം നേരത്തെ ഉള്ള വിമർശനമൊക്കെ പോലെ ഭീകരപ്രവർത്തനത്തിന് വരെ അവർക്ക് ചെന്ന് ചാടാൻ സാധിക്കും. കാരണം അവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെടുകയാണ് വളരെ പെട്ടെന്ന് 4 വർഷം. അല്ല ഞാൻ പറയാം. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത്, ഈ 17 വയസ്സിനും അതുപോലെ തന്നെ 22 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്ക് 4 വർഷം സൈനിക സേവനം കഴിഞ്ഞാൽ അവർ ദേശസ്നേഹികളായിട്ട് മാറുകയാണ് ചെയ്യുക, അല്ല രാജ്യദ്രോഹികളായിട്ടുള്ള മാറുക. അവര് രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് രാജ്യസ്നേഹത്തിന്റെ വലിയ സന്ദേശം നൽകുന്ന രാജ്യസ്നേഹത്തിന്റെ പ്രചാരകന്മാരായിട്ടാണ് അവർ മാറുക. അവർ തീവ്രവാദികളും ഭീകരവാദികളായിട്ട് വരാൻ പോകുന്നില്ല. മാത്രമല്ല 22 വയസ്സ് കഴിഞ്ഞ് പുറത്തിറക്കുന്ന സമയത്ത് അവർക്ക് തുടർന്ന് വേണമെങ്കിൽ പഠിക്കാമല്ലോ. +2 കഴിഞ്ഞവരാ ഡിഗ്രിക്ക് പഠിക്കാം, PGക്ക് പഠിക്കാം, എഞ്ചിനീയറിംഗ് പഠിക്കാം. 22 വയസ്സ് എന്നൊരു വലിയ പ്രായമൊന്നുമല്ലോ. ഇന്ന് 60 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു യുവാവിന് ജോലി കിട്ടുന്നത് ഒരു 30 വയസ്സിലൊക്കെയാണ് ജോലി കിട്ടുന്നത്. 30 വർഷം സർവീസും കിട്ടും. അപ്പൊ 22 വയസ്സിൽ ഇറങ്ങുന്നു എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് കാണാൻ സാധിക്കും. യുവാക്കൾക്ക് അവരുടെ ഏറ്റവും നല്ല ഡൈനാമിക് ആയിട്ടുള്ള പീരീഡിൽ രാജ്യസേവനം നടത്താൻ അവസരം കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നിലവിൽ നിർത്തിയിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ്. ഈ അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. കേണൽ ഡെന്നി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കേണൽ ഡെന്നി, ഇതിനോടുള്ള വിമർശനങ്ങൾ അത് ഉയർന്നു വരുന്ന നിരവധി തരത്തിലാണ്. 4 വർഷം കൊണ്ട് ഒരു ആൾക്ക് പട്ടാളക്കാരനായി മാറാൻ സാധിക്കുമോ? 4 വർഷം കഴിഞ്ഞ് ഇറങ്ങിയാൽ ഈ യുവാക്കൾ എന്തു ചെയ്യും? അതിന് കൃത്യമായി ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? സർക്കാരിൻ്റെ വിശദീകരണം മറ്റൊരു തരത്തിലാണ്, അവർക്ക് ന്യായീകരണവുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ പദ്ധതിയെ കാണുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ യുവാക്കൾക്ക് രാജ്യത്തിന് ഗുണകരമായ ഒന്നായി താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് ഇതിന് 2 വശങ്ങളുണ്ട്. അതായത് 2 രീതിയിൽ നമ്മളിത് അനലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്ന്, ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ആം ഫോഴ്സസിന് എന്തൊക്കെയാണ് ഗുണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആശങ്ക, യുവാക്കൾക്ക് എന്തൊക്കെയാണ് ആശങ്ക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗുണം. ഞാൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആം ഫോഴ്സസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഈ യുദ്ധം ചെയ്യുന്ന രീതി 47 തൊട്ട് ഇന്ന് വരെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ടെക്നോളജിയിൽ മാറ്റം വന്നിട്ടുണ്ട്, എക്യുപ്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ രീതിയിലും നമ്മളത് റഷ്യ യുക്രൈൻ വാറിൽ വരെ കണ്ടിട്ടുണ്ട്. പക്ഷെ മാറ്റം വരാതെ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ആം ഫോഴ്സിനെ സംബന്ധിച്ച ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. പണ്ട് ബ്രിട്ടീഷ് കാലത്ത് എങ്ങനായിരുന്നോ ഒരു റിക്രൂട്ട്മെന്റ് രീതി ആയിരുന്നു, മോറോലെസ് അതേ രീതിയാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. അപ്പൊ അത് കാലത്തിന്റെ അനുസരിച്ച് ഒരു മാറ്റം എന്നുള്ളത് അനിവാര്യമായിരുന്നു, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ മാറ്റം അനിവാര്യമായിരുന്നു, അതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്. രണ്ടാമത്, ഒരു സൈന്യം എപ്പോഴും യങ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നത്തെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 32 വയസ്സാണ്. ഈ വരും കാലങ്ങളിൽ അത് 32 വയസ്സ് നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ ശത്രു എന്ന് പറയാനില്ലെങ്കിൽ നമ്മളെ അഡ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങൾ ചൈനയും പാകിസ്ഥാനിലും കൂടുതലും അങ്ങനെയുള്ള ഹിൽ ടെറൈനിലാണ്. അവിടെ ഒരു 32 വയസ്സ് മുകളിലുള്ളവർ കാലം കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് യങ് ആയിട്ടുള്ള 20, 21 വയസ്സ്, 22 വയസ്സുള്ള, അത് നേരിട്ട് ഞാൻ അറിയുന്നുണ്ടോ ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഈ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആർമി അല്ലെങ്കിൽ ആം ഫോഴ്സസ് ഒരു ഇമ്പരറ്റീവ് ആണ്, അത് അത്യാവശ്യമാണ്. ഇനി
മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർക്കാർ പറഞ്ഞില്ലെങ്കിലും ഇനി പെൻഷന്റെ ഒരു ബില്ലിന്റെ കാര്യം നമുക്കറിയാം. അത് കുറയ്ക്കേണ്ടതും അല്ലെങ്കിൽ ഇന്ന് ഒരു പെൻഷൻ വാങ്ങിക്കുന്നതും ഒരു സർവീസ് തമ്മിലുള്ള റേഷ്യോ 1:1.7 ആണ്. അത് കുറച്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഇതുണ്ട്. ഇനി വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഈ 17.5 വയസ്സിന് ജോയിൻ ചെയ്ത് 4 വർഷം കൊണ്ട് അവർക്ക് സൈനികനാവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ സൈനികം എന്ന് പറയുന്നതിനകത്ത് ഓഫീസേഴ്സ് എന്നുള്ള നിലയിൽ തന്നെ 3 കാറ്റഗറീസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് യങ് സോൾജേഴ്സ്, ഒന്ന് മിഡിൽ ലെവൽ, ഒന്ന് ഹയർ സോൾജേഴ്സ്. അതായത് ഈ ജെസിഒസ്, സുബേദാർ മേജർ ഒക്കെ ആവുന്ന അവർ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇതെല്ലാം ഓഫീസേഴ്സിലും ഉണ്ട്. ഈ അഗ്നിവീർ എന്ന് പറഞ്ഞ് റിക്രൂട്ട് ചെയ്യുന്നവർ യങ് സോൾജേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അവർ ആരും ഉസ്താദ് അല്ലെങ്കിൽ അവരാരും ഓർഡർ കൊടുക്കാനുള്ള ആളുകളല്ലായി മാറുന്നത്. അവർ അതായത് ഓർഡർ പാലിക്കാൻ വേണ്ടിയുള്ളവരാണ്. വർക്കിംഗ് ഹാൻഡ്സ് എന്നാണെങ്കിൽ നമുക്ക് അവരെ പറയാം. അങ്ങനെ ഇന്ന് ഇന്ത്യൻ ആർമിയിൽ പ്രത്യേകിച്ച് വർക്കിംഗ് ഹാൻഡ്സ് കുറവാണ്. ഓർഡർ കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട്, പക്ഷെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ ആള് കുറവാണ്. ഈ അഗ്നിവീർസ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് ബേസിക് ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്ക് ആ യൂണിറ്റുമായിട്ട് ഭാഗമായിട്ട് ചേരാൻ പറ്റും. അവർക്ക് സോൾജറായി വരാൻ പറ്റും. അതിൽ നിന്നും നല്ല 25% ആളുകൾ വീണ്ടും പെർമനന്റ് ആയിട്ട് കമ്മീഷനായിട്ട് അല്ല പെർമനന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അതിന്റെ ക്വാളിറ്റി വിൽ ബി ഡിഫറെന്റ്, അവരുടെ ബെറ്റർ ആയിരിക്കും. ഇനി അവരുടെ മൊറാലിനെ കുറിച്ച് അല്ലെങ്കിൽ മോട്ടിവേഷൻ, അവർക്ക് 4 വർഷം മാത്രമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത്രയും മോട്ടിവേറ്റഡ് ആയിരിക്കുമോ എന്നുള്ള അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ആ ലീഡർഷിപ്പാണ് കൊടുക്കേണ്ടത്. ഏതൊരു ആളിന്റെയും വളരെ നല്ല സോൾജർ ആയാലും ശരി, ചീത്ത സോൾജർ, അത് ഡിസൈഡ് ചെയ്യുന്നത് നല്ല ലീഡർഷിപ്പാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നല്ല സോൾജേഴ്സ് വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഈ കുട്ടികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നേരത്തെ പലരും സംസാരിക്കും. ഒരു കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു, പല സർക്കാരുകളും വേണ്ട രീതിയിൽ സൈനികർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാറില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ പോലുള്ള സംസ്ഥാനത്ത് യാതൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളിവിടെ അത്രയ്ക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ആ സംശയം. ഏത് സർക്കാർ വന്നാലും ശരി. അങ്ങനെ ഇരിക്കവർ ഇവര് പുറത്തു വരുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് ഒരു കുട്ടി ഇതിനകത്ത് ജോയിൻ ചെയ്യാണ്, +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാണ്. ആ വ്യക്തി 22-ാം വയസ്സിൽ പുറത്തു വരികയാണ്. പുറത്തു വരുമ്പം 11.71 lakhs അല്ലെങ്കിൽ 12 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 4 വർഷമായിട്ട് വീട്ടിലേക്ക് 20,000 അല്ലെങ്കിൽ 22,000 രൂപ ശമ്പളം, 25,000 വരെ പോകുന്ന ശമ്പളവും അയക്കുന്നുണ്ട്. ഒരു വ്യക്തി ഇതാണ് +2. അതിന്റെ കൂടെ തന്നെ അവന് പഠിക്കാനുള്ള വേറെ ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇനി വേറൊരു കുട്ടി ബിടെക് കഴിഞ്ഞു, 22 വയസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്, ജോലിയില്ല, ഒന്നുമില്ല. ഇത് രണ്ടുപേരിൽ ആരാണ് ബെറ്റർ? ഒന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കുട്ടി 4 വർഷം, അതും ഇന്ത്യൻ ആർമി ഇന്നത്തെ ദിവസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാളും പറയത്തില്ല ഇന്ത്യൻ ആർമി അല്ലാതെ വേറെ, ഇന്ത്യൻ ആം ഫോഴ്സ് അല്ലാതെ വേറെ അല്ല. അവിടുന്ന് ഇറങ്ങുന്ന ഒരു പക്ഷെ അതിലൊരു ഈ പറഞ്ഞ പോലെ ഈ 4 വർഷം കഴിഞ്ഞ് പുറത്തിറക്കുന്ന ഒരാൾക്ക് ഈ മേഖലയിൽ എവിടെയെങ്കിലും സംവരണം ഉറപ്പാക്കുക, അല്ലെങ്കിൽ അയാളെ ഇതിന് ശേഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനായി മാറാൻ അനുവദിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പ്രക്ഷോഭകാരികൾക്കൊക്കെ അത് മനസ്സിലാകും. ഇത് വളരെ ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, വ്യക്തതയാവുന്നില്ല എന്ന കാര്യം ഒരു പ്രശ്നമാണല്ലോ. കറക്റ്റ്. ഞാൻ ആ ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. അതായത് ഈ കുറെ മിസ്ഇൻഫോർമേഷൻ ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു കാര്യത്തിനെ പോലും വലിയ രീതിയിലൊക്കെ പ്രചരണം നടക്കുന്ന ഒരു കാര്യത്തിൽ അത് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇപ്പൊ 21 വയസ്സുണ്ടായിരുന്നു, അപ്പൊ 21 നേരത്തെ തന്നെ 23 ആക്കാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു കുറച്ചും കൂടെ ഒരു ശ്രദ്ധ വേണമായിരുന്നു. ശ്രീ പ്രഫുൽ കൃഷ്ണ, ബിജെപി നേതാവ് ടെലിഫോണിലായിരുന്നു. പ്രഫുൽ, നേരത്തെ സംസാരിച്ചവരൊക്കെ ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട്. ഏതായാലും വലിയ തോതിൽ യുവാക്കൾ തെരുവിലാണ്. അവർക്ക് ഈ പദ്ധതി എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അവരെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമായ, അവർക്ക് ഈ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങിയാൽ പോലും അവർക്ക് വെറുതെ തൊഴിലില്ലാത്തവരായി ജീവിക്കേണ്ടി വരില്ല എന്ന് വ്യക്തമാക്കാൻ സർക്കാരിനായിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രതിഫലനം തെരുവിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടി അവധാനതയോടെ ജനത്തെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കേണ്ട ഒരു പദ്ധതി ആയിരുന്നില്ലേ ഇത്? തികഞ്ഞ അവധാനതയോടുകൂടി തന്നെയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. യുവാക്കൾക്ക് സൈനിക സേവനത്തിന് വലിയ രീതിയിൽ അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടി ഏകദേശം വിവിധ മേഖലകളിൽ ഏകദേശം 10 ലക്ഷത്തോളം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വലിയ ഒരു പ്രഖ്യാപനം തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള 4 വർഷത്തെ സൈനിക സേവനം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ യൗവനത്തിന്റെ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഗ്നിവീരന്മാരായി മാറുന്ന ആളുകൾക്ക്
മൂന്ന് സേനകളിലും പ്രവർത്തിക്കാമെന്ന് മാത്രമല്ല ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേതന വ്യവസ്ഥ 30,000 മുതൽ 40,000 വരെയുള്ള ശമ്പളം, 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, മാത്രമല്ല ഈ സേവനം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഏകദേശം 11.74 ലക്ഷം രൂപയാണ് സേവാനിധിയായിട്ട് ഈ ചെറുപ്പക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് സേനയിൽ തന്നെ തുടരാനുള്ള അവസരം ഉണ്ട്. മാത്രമല്ല ഇതിൽ നിന്ന് ഈ അഗ്നിവീരന്മാരായി തിരിച്ചു വരുന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് മറ്റു നിയമനങ്ങളിൽ മുൻഗണന കൊടുക്കുന്നു. ഇഗ്നോ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബിരുദ കോഴ്സുകൾ വിഭാവന ചെയ്തിരിക്കുന്നു. മാത്രമല്ല അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ആസാം റൈഫിൾസ്, നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള CRPF, BSF, ITBP തുടങ്ങിയ നിരവധിയായിട്ടുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ഈ അഗ്നിവീരന്മാർക്ക് മുൻഗണന കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് അവധാനതയില്ലാതെ നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ചെറുപ്പക്കാർ തെരുവിൽ ഇറങ്ങുന്നത്? പ്രഫുൽ, ഇത്രയധികം ചെറുപ്പക്കാർ എന്തുകൊണ്ട് തെരുവിൽ ഇറങ്ങുന്നു? ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് പോലും ഈ സമരം വ്യാപിക്കുകയാണ്. സർക്കാരിന് നേരത്തെ കർഷക സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. സർക്കാരിന് അന്ന് യൂട്ടേൺ എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ആ തരത്തിൽ സംഭവിക്കുമോ ഈ പദ്ധതിക്കോ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. അല്ല, ഇത്തരം പ്രതിഷേധങ്ങളെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രതിഷേധങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും, എന്ത് ജനോപകാരപ്രദമായ പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ളത് ചില ആളുകളുടെ സ്വഭാവമാണ്, സഹജ സ്വഭാവമാണ്. എന്തായാലും ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. ഈ യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഫീഡ്ബാക്ക്, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഇത്രയും ജനോപകാരപ്രദമായിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതി, ആ പദ്ധതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്, മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അതിന് സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കുക എന്നുള്ളത്, അതിനെതിരെ പറയുക എന്നുള്ളത് സഹജ സ്വഭാവമാണ്. നേരത്തെ സൂചിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം പറഞ്ഞു, സൈന്യത്തിന് ഒരു പുതിയ നവ ചൈതന്യം കിട്ടാൻ പോകുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ, ആ പ്രായത്തിലുള്ള ആളുകൾ സൈന്യത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതി എന്തിനാണ് എതിർക്കുന്നത്? ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പദ്ധതി കൊണ്ട് എന്ത് ഡീമറിറ്റാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? അപ്പോ ഇത് ഇത്രമാത്രം ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന, അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായും അക്കമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന, കൃത്യമായ അവധാനതയോടുകൂടി കേന്ദ്ര ആ പദ്ധതിക്ക് ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളും നന്ദി പറയുകയാണ് സർ. അല്ലാതെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അതിനെ ജനറലൈസ് ചെയ്യേണ്ട. അത് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മാത്രമാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം രണ്ട് കയ്യും നീട്ടി സ്വാഗതം ചെയ്യുന്ന പദ്ധതി തന്നെയാണ് അഗ്നിപഥ് എന്ന് പറയുന്ന പദ്ധതി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ശരി, കമാൻഡർ ഗോകുൽ ചന്ദ്രൻ തുടരുന്നുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം തന്നെ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഈ ചർച്ചയുമായി ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കമാൻഡർ ഗോകുൽ ചന്ദ്രൻ, നേരത്തെ നിരവധി പേർ പറഞ്ഞതുപോലെ BJPയുടെ പ്രതിനിധികളായാലും ശ്രീ ഡിന്നി ആയാലും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് സെൻ്ററാണ് നമ്മുടെ ഈ സേനയുടെ അവിടെ എത്തി ഒരു പരിശീലനം നേടുക എന്നൊക്കെ പറയുമ്പോൾ അതിനെ അങ്ങനെ കണ്ടാലോ? ഒരുപക്ഷെ അങ്ങനെ നമ്മുടെ യുവാക്കൾക്ക് ആ അവസരം കൂടി ഒത്തുവരുന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ തൊഴിലവസരം സർക്കാർ സൃഷ്ടിക്കുന്നു, അവർക്ക് സംവരണമടക്കം പല മേഖലകളിൽ നൽകുന്നു. അങ്ങനെ വന്നാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടില്ലേ? അത്തരമൊരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ? ഞാൻ BJP വക്താക്കൾ വിവരമില്ലാതെ പല കാര്യങ്ങളിലൂടെ വിളിച്ചു പോവുകയായിരുന്നു. അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വന്നിട്ട് പരീക്ഷണങ്ങൾ നടത്തേണ്ട ഒരു സ്ഥലമല്ല ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് വന്നിട്ട് ഇവരുടെ പരീക്ഷണങ്ങൾ നടത്തേണ്ട സ്ഥലമല്ല. ഇപ്പോൾ അവരുടെ BJP വക്താക്കൾ പറഞ്ഞു വെച്ച ഒരു കാര്യം മനസ്സിലായി, അവർ രൂപീകരിക്കുന്നത് ഈ ദേശസ്നേഹം, രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് മോദിക്ക് വേണ്ടിയിട്ടോ BJPക്ക് വേണ്ടിയിട്ടോ ഒരു സേനയെ രൂപീകരിക്കുന്ന ഭാവത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഉത്തരം പറയുന്നില്ല. കേണൽ ഡെന്നി പറഞ്ഞ 2 കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കാനുണ്ട്. കേണൽ ഡെന്നി പറഞ്ഞ ഒരു കാര്യം യങ് ആൻഡ് ഫിറ്റ് ആർമി എന്ന് പറഞ്ഞിട്ട്, അതായത് 18 വയസ്സിൽ ഇവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ 22 വയസ്സ് വരെ മലകളിലും പല സ്ഥലങ്ങളിലും അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവർ ഒരു ഫിറ്റ് ആർമി യൂണിറ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കേണൽ ഡെന്നി ലൈനിലുണ്ടെങ്കിൽ,
ഇപ്പോൾ തന്നെ നമ്മൾ 18 വയസ്സിൽ റിക്രൂട്ട് ചെയ്യുന്ന സോൾജേഴ്സ്, അതായത് 15 വർഷത്തേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സോൾജേഴ്സ് ഇപ്പോൾ തന്നെ അവർ ഫിറ്റായി ഇരിക്കുകയല്ലേ. 22, 23, 24, 25 വയസ്സ് വരെ ഒരു കൂടുതൽ ബാൻഡ് ഉള്ള ഒരു ഫിറ്റ് ആർമി നമുക്ക് കിട്ടുകയല്ലേ. എവിടെ വേണമെങ്കിലും അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റർ ആർമി കിട്ടുകയാണ്. പക്ഷെ ഇത് 22 വയസ്സിൽ അവർ മാക്സിമം അവർ യൂസ് ചെയ്തിട്ട് പറഞ്ഞു വിടുമ്പോൾ വീണ്ടും 18 വയസ്സിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് ആൾക്കാരെ എടുക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വലിയൊരു മിസ്മാച്ച് ഉണ്ട്. ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം വെച്ച് നോക്കിയാൽ പോലും 18 വയസ്സിൽ റിക്രൂട്ട് ചെയ്യുന്നു. അവർ 25, 26 വയസ്സ് വരെ യങ് ആൻഡ് ഫിറ്റ് ആയിട്ട് അവർ തുടരുകയാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, എന്തുകൊണ്ടാണ് ആർമിയിലേക്ക് വിട്ട് നിങ്ങൾ ട്രെയിനിങ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്? അപ്പൊ ഇന്ത്യൻ സർക്കാരിന് അങ്ങനെ ഒരു ആഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ NDA പോലെ നാഷണൽ ഡിഫൻസ് അക്കാദമി പോലെ നാഷണൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കട്ടെ എല്ലാ സംസ്ഥാനങ്ങളിലും. അവിടെ ഇവർക്ക് അഡ്മിഷൻ കൊടുത്ത് ഒരു 4 വർഷം പരിശീലനം അവിടെ കൊടുത്തിട്ട് ആവശ്യമുള്ളവരെ മാത്രം ആർമിയിലേക്ക് വിടുക. ആർമിയിലേക്ക് താല്പര്യമില്ലാത്തവരെ പുറം ലോകത്തേക്ക് അവരെ വിടാമല്ലോ. അങ്ങനെയാണ് ട്രെയിനിങ് ആണ് ആവശ്യമെങ്കിൽ. എന്റെ ഒറ്റ ഒരു ആശങ്കയേ ഉള്ളൂ, ഇവരെ ആർമിക്ക് അകത്തയച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ തിരിച്ചു വരുമ്പോൾ പെരുവഴിയിലായി പോവും, അല്ലെങ്കിൽ അവർ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ആശങ്കയാണ് എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ശ്രീ മേജർ രവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മേജർ രവി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ള ആളാണ്. ഇത്തരത്തിൽ 4 വർഷം സേവനം കൊണ്ട് എങ്ങനെ ഈ യുവാക്കൾ ഒരു പട്ടാളക്കാരനായി മാറും എന്നുള്ള പ്രധാനപ്പെട്ട ഒന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. ഏതെങ്കിലും തരത്തിൽ ഭീകരപ്രവർത്തനത്തിനടക്കം ഇവരെ റിക്രൂട്ട് ചെയ്യാൻ ഉള്ള സാധ്യതകൾ ഒക്കെ താങ്കൾ ചൂണ്ടിക്കാട്ടിക്കുകയുണ്ടായി. അത് അത്തരത്തിൽ തന്നെ പൂർണ്ണമായും വിമർശന വിധേയമായ ഒരു കാര്യമായി ആണല്ലോ താങ്കൾ കാണുന്നതിന്, അല്ലേ? ഡെഫിനറ്റായിട്ടും. കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടോ അങ്ങനെ വലിയ ചായനൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും അറിയാം എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളെ ആരാധനയുണ്ട്. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഞാൻ പാർട്ടിക്കാരെ പോലെ അദ്ദേഹം ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനു മുന്നേ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പല കാര്യത്തിലും. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം കുറെ ഞങ്ങളുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ഡിസിഷൻസ് എടുത്തിരിക്കുന്നത് ഡിഫൻസ് മിനിസ്റ്ററുടെ ഓഫീസും അതുപോലെ തന്നെ കുറച്ച് IAS ഓഫീസേഴ്സും പിന്നെ സെർവിങ് ആയിട്ടുള്ളവരും. ഈ സെർവിങ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയും. പക്ഷെ റിട്ടയർഡ് ആയിട്ടുള്ള VK സിംഗിനെ പോലുള്ള ജനറൽ ചീഫായിട്ട് റിട്ടയർ ആയിട്ടുള്ള മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ എന്നല്ലേ ഞാൻ നോക്കട്ടെ, എന്നോടിത് ഈ കാര്യം ഒരാളും ഡിസ്കസ് ഇല്ല, എന്നെ ഈ ഡിസ്കഷനൊന്നും വരുത്തിയിട്ടില്ല. കാരണം അവിടെ സർവീസ് ചെയ്തുള്ള ആൾക്ക് ഇതിന്റെ കറക്റ്റ് സജഷൻ കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഇപ്പൊ ഞാൻ ഇന്നലെയും പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ഇതിനകത്ത് ചേരുന്നവർ ആരാണ് എന്താണെന്നുള്ളതാണ്. അപ്പം അപ്പുറത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് RSSലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം അല്ല. അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം ഇതിനകത്ത് ചേർക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കും, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഉണ്ടായിരിക്കും. ഇന്ത്യക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ചേരാം. അപ്പൊ അത് നിങ്ങളൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് സംസാരിക്കില്ലെന്ന് അതും ഞാൻ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെതായിട്ടുള്ള ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ചൈന അടക്കം ബോർഡറിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങളുടെ ആർമീനെ നിങ്ങൾ വീക്കാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ടഡ് ആയിട്ടുള്ള സീസൺഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സ്ഥലത്തും നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റൂ. നമ്മൾ ഒരിക്കലും ഇന്ത്യക്കാർ ഒഫൻസീവായിട്ട് ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പ്രതിരോധം ഇപ്പൊ ആവശ്യമാണ്. കാരണം ചൈന മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല. അല്ല, ഒരു കാര്യം ശ്രീ മേജർ രവി, ഈ ആരെയും നിർബന്ധിച്ച് നീ പറഞ്ഞതുപോലെ സൈനിക സേവനത്തിന് എടുക്കുക അല്ല ഇത്. താല്പര്യമുള്ളവർക്ക് മാത്രം വരാം. മറ്റൊന്ന്, മറ്റു റിക്രൂട്ട്മെന്റുകൾ അവസാനിപ്പിക്കുന്നില്ല, അത് അതിന്റെ വഴിക്ക് നടക്കും. ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി നമ്മുടെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് സെന്ററായ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ 4 വർഷം അവസരം ലഭിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ അത് പിന്നീട് ടേണിംഗ് പോയിന്റായി മാറിയേക്കാം എന്നുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട് പലരും. റെഗുലർ റിക്രൂട്ട്മെന്റ് നടത്താം എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. റെഗുലർ റിക്രൂട്ട്മെന്റ് റാലീസ് ഇനി ഉണ്ടാവില്ല എന്നാണ് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ കണ്ടത്. അതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തെറ്റാണെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണം. തെറ്റാണ്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വേറെ ഉണ്ട്. ഗവൺമെന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. റെഗുലർ റിക്രൂട്ട്മെന്റ് അങ്ങനെ നിർത്തി ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ബിക്കോസ് റെഗുലർ ആയിട്ടുള്ള ആർമി സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഈ 4 വർഷത്തെ പരിശീലനം എന്ന് പറയുന്ന സമയത്ത് ഇത് രാജ്യത്തിന് ഉതകുന്നതാവും. കാരണം ഈ ചെറുപ്പക്കാരായിട്ടുള്ള 17 വയസ്സ് 18 വയസ്സുള്ള പ്രായത്തില്
വഴിതെറ്റിപ്പോവാവുന്ന ചെറുപ്പക്കാർ ഇത് ചൂസ് ചെയ്തുകൊണ്ട് പട്ടാളത്തിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു ഡിസിപ്ലിൻ മാനറിൽ അവർ ജീവിക്കും. അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കാത്തവർ പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേരെയാവും. കാരണം എന്ന് വെച്ചാൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതെല്ലാം പഠിപ്പിക്കും. അവിടെ പിന്നെ ജനാധിപത്യമൊന്നുമില്ല. അവിടെ ആർമിയുടെ റൂൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഫോളോ ചെയ്തിരിക്കും. അവർ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തും അത് ഇതെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഒരാളെ മോൾഡ് ചെയ്തിട്ട് നല്ലൊരു സോൾജറാക്കി മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഗുലർ റിക്രൂട്ട്മെന്റ് നിർത്തുന്നില്ലെങ്കിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ വിൽ ബി ടോട്ടലി സപ്പോർട്ടിംഗ് ദാറ്റ്. ബട്ട് നൗ ഈ 4 വർഷത്തിനകത്ത് ആരാണ് നിങ്ങൾ പട്ടാളത്തിൽ ഈ ട്രെയിനിങ്ങിന് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പിടിയില്ല. ഓക്കെ, ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷെ ഇതിനകത്തും ഹിഡൻ അജണ്ടയുമായിട്ട് ഈ പട്ടാളത്തിനകത്ത് കയറി 4 വർഷം ട്രെയിനിങ്ങും എടുത്തുകൊണ്ട് ഏതെങ്കിലും ഭീകരവാദ സംഘടനകളെ ആൾക്കാർക്കടക്കം ഇതിനകത്തോട് കയറാം. അവർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള 4 വർഷത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യും? കാരണം ഈ 4 വർഷത്തിന് പോകുന്നവന്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് ചെയ്യുന്നതിന്റെ മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് എല്ലാം പിടിച്ച് 4 വർഷം കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എന്റേതായിട്ടുള്ള റാഡിക്കൽ ഐഡിയാസുമായിട്ട് ഞാൻ നടക്കും. അങ്ങനെയുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ നിർത്താൻ പറ്റും? അപ്പൊ താങ്കൾ പറയുന്നത് ഇതിനൊരു വ്യക്തത വേണം എല്ലാ കാര്യങ്ങളിലും. എടുത്തുചാടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് പകരം കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി അത്തരത്തിൽ നേരത്തെ പറഞ്ഞ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ അല്പമൊന്ന് ധൃതി പിടിച്ച് അവതരിപ്പിച്ചതിലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ രാജ്യമെമ്പാടും കാണുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറിയുന്നുണ്ട്. പട്ടാളത്തിന് ഞങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഇപ്പം എന്റെയൊക്കെ ബാച്ച്മേറ്റ്സ് എല്ലാം ലെഫ്റ്റനന്റ് ജനറൽസ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും ഞങ്ങൾ ഈ ഡിസ്കഷനിലേക്ക് വരുത്താറില്ല. റിട്ടയർഡ് ഗ്രൂപ്പാണ്. പക്ഷെ അവിടെ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എല്ലാം ഞങ്ങളുടെ എല്ലാം ഈ അഭിപ്രായം തന്നെയുള്ളൂ. ഇതിനെന്താണ് ഒരു ക്ലാരിറ്റി? ഈ ക്ലാരിറ്റിയാണ് ഗവൺമെന്റ് ചെറുപ്പക്കാരായിട്ടും യൂത്ത് വിങ്ങുകളായിട്ടും അത് ഇന്ന പാർട്ടി എന്നുള്ളതല്ല. അവിടെയൊക്കെ ഓൾ പാർട്ടി മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു വരുത്തി ഇതിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ്. പക്ഷേ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നതിൽ ജനറൽ വി കെ സിംഗിനെ പോലുള്ള ആളെ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. സോ വൈ ഡിഡ് യു ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്? എന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളെ എനിക്കേ അറിയുള്ളൂ. അയലൊക്കത്താരനും ചിലപ്പോൾ അറിയുമായിരിക്കും. പക്ഷെ കുറച്ച് അപ്പുറത്തിരിക്കുന്ന അംശയുടെ ചായക്കടക്കാരന് അവൻ എന്റെ വീട്ടിലെ പ്രശ്നം അറിയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നന്ദി ശ്രീ മേജർ രവി, താങ്കളുടെ വിലയേറിയ പ്രതികരണത്തിന്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഏതായാലും രാജ്യമെമ്പാടും ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, തെലങ്കാനയിലൊക്കെ വലിയ പ്രക്ഷോഭം യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. 35ഓളം തീവണ്ടികൾ റദ്ദാക്കി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ട്. പ്രക്ഷോഭം അത് തടുപ്പിക്കാൻ സർക്കാരിനായിട്ടില്ല. പ്രായപരിധിയിൽ അല്പം ഒരു 23 വയസ്സ് എന്ന നിലയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും അത് യുവാക്കളെ, തെരുവിലുള്ളവരെ, പ്രക്ഷോഭകാരികളെ ആ തരത്തിൽ ആശ്വസിപ്പിക്കാനായിട്ടില്ല. ഇപ്പോഴും പല മേഖലകളിലും ട്രെയിനുകൾ കത്തിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒരു ഇടവേള കൂടി. CPIM പ്രതിഷേധ പ്രകടനത്തിൽ വീണ്ടും കൊലവിളി മുദ്രാവാക്യം. കോതമംഗലം അടിവാട് ടൗണിൽ നടന്ന CPIM പ്രകടനത്തിലാണ് കൊലവിളി മുദ്രാവാക്യം ഉണ്ടായത്. പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. സമാധാന അന്തരീക്ഷം തകർക്കാൻ CPM നേതാക്കൾ ശ്രമിക്കുന്നതായി UDF പറഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com